വയനാട് MP പ്രിയങ്ക ഗാന്ധി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതീക്ഷ നൽകുന്ന കൂടിക്കാഴ്ചയെന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു. മതേതരത്വം കാത്തുസൂക്ഷിക്കാനുള്ള നടപടികൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് ജിഫ്രി തങ്ങൾ ആവശ്യപ്പെട്ടു. കുടുംബം തന്നെ നിലനിൽക്കുന്നത് മതേതരത്വം കാത്തുസൂക്ഷിക്കാനെന്ന് പ്രിയങ്ക പ്രതികരിച്ചു. അത് പ്രിയങ്ക ഗാന്ധിയെ ഇവിടെ ഒരു സൗഹാർദ്ദ സന്ദർശനമാണ്. ഇവിടെ വയനാട്ടിൽ മത്സരിക്കാൻ വേണ്ടി നാമനിർദ്ദേശ പത്രിക നൽകിയപ്പോൾ തന്നെ എന്നെ വിളിച്ചിരുന്നു. എന്നോട് മോതാവിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ആ ഒരു മോതാവിൽ കാണണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും ഇവിടെ വരുമ്പോഴൊക്കെ അവരോട് ബന്ധപ്പെട്ടവർ വിളിക്കും, അങ്ങനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഒരാഴ്ച മുമ്പ് വിളിച്ചപ്പോൾ ഞാനത് സമ്മതിച്ചു. അങ്ങനെ വന്നു. അപ്പോൾ എന്താ പ്രത്യേകമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. നമ്മൾ പിന്നെ ഇവിടെ ഈ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെയുള്ള ഈ മതസൗഹാർദ്ദം ഇവിടെ നിലനിർത്താൻ ആവശ്യമാവുന്ന ശക്തമാവുന്ന പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണമെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുന്നവരാണ്, ഞങ്ങളുടെ കുടുംബം അങ്ങനെയാണ്. ജംഷീറുണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, എപ്പോഴായിരുന്നു അദ്ദേഹത്തെ കാണാൻ വേണ്ടി പ്രിയങ്ക ഗാന്ധി എത്തിയത്? മറ്റു വിശദാംശങ്ങൾ. അജി, ഇന്ന് വൈകുന്നേരം ഏതാണ്ട് 5:10 കൂടിയാണ് പ്രിയങ്ക ഗാന്ധി ജിഫ്രി മുത്തുക്കോയ തങ്ങളെ, സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സന്ദർശിച്ചത്. അരമണിക്കൂറിലധികം സമയം അവിടെ ചിലവഴിക്കുകയും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അതിനുശേഷം അവർ മടങ്ങുകയും ചെയ്തു. ശേഷം ജിഫ്രി തങ്ങൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് തീർത്തും സൗഹൃദപരമായ ഒരു സന്ദർശനമാണ് നടത്തിയത്. എങ്കിൽ പോലും തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ, താനൊരു രാഷ്ട്രീയക്കാരനല്ല എങ്കിൽ പോലും നമ്മൾ സാധാരണ കാര്യങ്ങളെല്ലാം രാഷ്ട്രീയക്കാരോട് പറയാറുണ്ട്. അതുപോലെ പ്രിയങ്ക ഗാന്ധിയോട് കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയുകയുണ്ടായിട്ടുണ്ട്. അതായത് ഈ മതേതരത്വം കാത്തു സൂക്ഷിക്കാനുള്ള നടപടികൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. മതസൗഹാർദ്ദം ഇവിടെ നിലനിൽക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും സന്തോഷത്തോടെ ജീവിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ കോൺഗ്രസ് അതിനുവേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇനിയും അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നും അവർ ഉറപ്പ് നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഒരു സൗഹൃദ സന്ദർശനം ആണ് എന്നുള്ളത് തന്നെയാണ് ജിഫ്രി തങ്ങൾ പറയുന്നത്. നേരത്തെ മത്സരിക്കാൻ വന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ നാമനിർദ്ദേശക പത്രിക കൊടുത്ത സമയത്ത് വിളിച്ചിരുന്നു. അനുഗ്രഹം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് തന്നെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ നേരിട്ട് കാണാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഒരാഴ്ച മുമ്പ് കാണണമെന്ന് ആവശ്യപ്പെടുകയും ഇപ്പോൾ കാണാൻ വരികയും ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അരമണിക്കൂറിലധികം സമയം കൂടിക്കാഴ്ച നടത്തിയാണ് പ്രിയങ്ക ഗാന്ധി മടങ്ങിയത്. അജി, ശരി ജംഷീർ.